നാവ് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് പറഞ്ഞ്, പ്രിയപ്പെട്ട തങ്ങളെ, ഇതാണ് ഏറ്റവും നല്ല അവയവം. നമ്മൾ കാരണം ആരെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ, അവര് നമ്മളെ അമലുകൾ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. നമ്മുടെ നാവിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് ഒരു ആടിനെ കൊടുത്ത് ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറയാണ്, നിങ്ങൾ ഈ ആടിനെ പോയിക്കൊണ്ട് കശാപ്പ് ചെയ്തിട്ട് അറുത്തിട്ട് ഈ ആടിന്റെ നല്ല അവയവവും ചീത്ത അവയവവും നിങ്ങൾ എന്ത് ചെയ്യാം, വേർതിരിച്ചു കൊണ്ടുവരാൻ പറയാം. നല്ല അവയവവും ചീത്ത അവയവം കൊണ്ടുവരാം. പ്രിയപ്പെട്ട സഹപാഠികൾ എന്ത് ലുഖ്മാൻ ഹക്കീം തങ്ങൾക്ക് എന്ത് പോയി കൊടുത്ത് പ്രിയപ്പെട്ട ആ ആടിനെ അറുത്തിട്ട് കശാപ്പ് ചെയ്തിട്ട് ആ ആടിന്റെ നാവ് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് പറഞ്ഞ്, പ്രിയപ്പെട്ട തങ്ങളെ, ഇതാണ് ഏറ്റവും നല്ല അവയവം. അപ്പൊ മോശപ്പെട്ട അവയവം ഏതാ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഈ നാവന്നെയാണ്. അപ്പൊ ലുഖ്മാൻ ഹക്കീം തങ്ങൾ ചോദിക്കാണ്, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ആ പ്രിയപ്പെട്ട സഹാബാദികൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും, ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചീത്ത കാര്യങ്ങൾ, ഫസാദും ഈബത്തും നമീമത്തും ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഈ നാവ് കൊണ്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ അകത്ത് നമ്മൾ കാരണം ഒരാളുടെയും കല്യാണം മുടങ്ങാൻ പാടില്ല. എത്രയോ ആളുകളുണ്ട്, എത്രയോ ചെറുപ്പക്കാരെ കല്യാണം കൊടുക്കുന്നത് നാട്ടിലുള്ള ഹാജിയാക്കന്മാരും തൊപ്പിട്ട തലയെക്കെട്ടിന്റെ ആൾക്കാരൊക്കെയാണ്. നാട്ടിലുള്ള ഉസ്താദുമാരുടെയും അതുപോലെ നല്ല നല്ല യുവാക്കളുടെയും കല്യാണം മുടക്കുന്ന ആള്. ഒരിക്കലും ഒരാളെയും പ്രയാസപ്പെടുന്ന ഒരു സംസാരം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകാൻ പാടില്ല. ഒരാളുടെ ഹൈറങ്ങാനം നമ്മൾ തടയപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മക്കളിലൂടെ അല്ലാഹു നമുക്കത് കാണിച്ചു തരും.